ഗൈസ് ഇനി ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രോമോ വീഡിയോയും കൂടി ഞാൻ കാണിച്ചു തന്നിട്ട് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. നമ്മൾ തിരിച്ചു പോവാട്ടോ. തിരിച്ചു പോവാണ് ഗുയിസ്. ഇതിൻ്റെ മുകൾക്കൂട്ടൊക്കെ ഗൈസ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടില്ല കേട്ടോ. ഇത് കുറച്ച് കയറാൻ കുറച്ച് പാടാണ്. നൽകത്തിൽ അയ്യോ അയ്യോ എനിക്കിപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ വരികയാണെങ്കിൽ വൈറ്റ് ഷൂട്ട് വരാതിരിക്കുക. പെട്ടെന്ന് ചളി കൂട്ടാം. മഴ സമയത്ത് എല്ലാ സമയത്ത് നിങ്ങൾ വൈറ്റ് ഇട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വന്ന ഏരിയ കേട്ടോ നമുക്ക് കാണാൻ പറ്റണത്. കാണാൻ പറ്റണ്ടല്ലോ അങ്ങോട്ട്. അവിടെയൊക്കെ നമ്മൾ പോയതല്ലേ? അവിടെ പറ്റിയോ? അവിടെ പോയതാണ്. ഇവിടെയൊക്കെ പോയതാ. സീൻ കേട്ടോ. എടാ ഇത് എത്ര വർഷം മുന്നേ ആണെന്നറിയോ? ചാടാൻ പോകട്ടോ. ഇത് ചാടാ അഖില ചാടി വാടാ, ഇറങ്ങിടാ വാടാ. ഇവിടെ നല്ല പീസ് മൈൻഡുള്ള സ്ഥലം കേട്ടോ. അയ്യോ ഇനി എന്നോടാ ചോദിക്കാനുള്ളത്, ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട് ഇജ്ജ് കണ്ടതിൽ വെച്ചിട്ട് കുറച്ച് അഭിപ്രായം പറഞ്ഞ. ഞാൻ കണ്ടതിന് ഞാൻ മറന്നു തന്നെ പോയി. അല്ല ഇപ്പൊ വന്ന് കണ്ടില്ലേ എങ്ങനെയുണ്ട് ഈ സ്ഥലം എന്നൊക്കെ? കുഴപ്പമില്ല, എല്ലാവർക്കും വരാം, ഫാമിലി ആയിട്ടും വരാം, കപ്പിൾസായിട്ടും വരാം, അത്രേ ഉള്ളൂ. അപ്പൊ സിംഗിൾസിന് വരാൻ പറ്റുക? സിംഗിൾസും വരാം. പിന്നെ ഇങ്ങനത്തെ കാണാൻ രസമുള്ള ഒരു സ്ഥലമാണ് ഇപ്പൊ നമ്മള് വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് സ്കൂൾ ടൈം ഇല്ലാത്തവർക്ക് ഇപ്പൊ വേണമെങ്കിൽ വന്ന് കാണാം. ഇനി കാണാൻ കഴിയില്ല തോന്നുന്നുണ്ട്, അതിക്കറിയില്ല. അത് തന്നെ അറിയില്ല. സ്കൂള് ഉള്ള നേരത്തെ പിന്നെ എങ്ങനെ വരുമ്പോൾ സ്കൂളിൽ കൊണ്ടുപോയി നമുക്ക് ലീവുള്ള സ്ഥലത്താണ് നമ്മൾ നോക്കുള്ളത്. പരമാവധി ലീവുള്ള സ്ഥലത്ത് വരാം. ഓക്കെ ഓക്കെ. നമ്മൾ ഓട്ടോറിക്ഷ കയറി പിന്നെ റെയിൽവേ സ്റ്റേഷൻ പോവാം. റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് നമുക്ക് നേരെ ഇന്നൊരു ദിവസം വൈകിട്ടാക്കി. പിന്നെ പറയുമ്പോൾ എനിക്കൊരു പാൻറ് എടുക്കാം, കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ. അതിനോണ്ട് നമുക്ക് നേരെ കോഴിക്കോട് ലുലുവിലേക്ക് പോകാം. അതല്ല കോഴിക്കോട് ലുലുവിലേക്ക് പോവാം. അപ്പോൾ നേരെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് കോഴിക്കോട് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തതിന് ശേഷം നേരെ കോഴിക്കോട് ലുലുവിലേക്ക് പോകാം. അവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതും കൂടി ഞാൻ വീട്ടിലേക്ക് പോകാം. ഓക്കെ. ഞങ്ങളിത് റെയിൽവേ സ്റ്റേഷനിൽ ചായ കുടിക്കാൻ കഴിഞ്ഞോട്ടെ. റെയിൽവേ സ്റ്റേഷനിൽ ചായ കുടിക്കാൻ കയറിയപ്പോൾ ഒരു കുറ്റബോധമുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു 2 ചായക്കും 2 കടിക്കും എനിക്ക് ആയതെന്ന് പറഞ്ഞാൽ 70 രൂപയാണ്. അതെങ്ങനെയാണെന്ന് എനിക്കിതുവരെ കത്തിയിട്ടില്ല. അത് അവിടെ പ്രൈസ് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് ഒരു കടിക്ക് 30, ചായക്കത്തെ 20, അങ്ങനെ എന്തോ കാണുന്നത്. കടിക്ക് 30 കാണുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് പരപ്പാടിയിൽ നിന്ന് വരുന്ന വഴിക്ക് ചായയും കടിയും കുടിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ടോട്ടലായത് വെറും 40 റുപ്യ. ഇതിപ്പോൾ 70 റുപ്യ. അതിൻ്റെ ഒരു ചെറിയ കുറ്റബോധമുണ്ട്. എങ്ങനെ ആയി
ആ കടിക്ക് എങ്ങനെ എത്ര പൈസ വന്നെന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് ഇതേമാതിരി റെയിൽവേ സ്റ്റേഷനിൽ ഫസ്റ്റ് ചായക്കും കടിക്കുള്ള വില ചോദിക്കുക. ലാസ്റ്റ് നമ്മൾ 40 റുപ്യ ചായയും കടിയും കുടിക്കാൻ വന്നിട്ട് ലാസ്റ്റ് പെടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ചോദിക്കുക ചായക്കും കടിക്കുള്ള വില എന്താണെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ വാങ്ങി കുടിക്കുക. നല്ല കേസ് ഞാനേ അവിടെ നിന്ന് വന്നപ്പോൾ 40 റുപ്യ ആയിട്ടുള്ളൂ ചായക്കും കടിക്കുക. ബട്ട് ഇവിടേക്ക് ഇപ്പോൾ 70 അവിടെ നിന്ന് കുടിക്കുക. അപ്പോൾ ഓപ്പോസിറ്റിൽ നിന്ന് കുടിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് 40 വരുള്ളായിരുന്നു. അവിടെ നിന്ന് ചായയും കടിയൊക്കെ വാങ്ങിച്ചതിൻ്റെ ശേഷമാണ് പേ. അതിന് മുന്നെയാണ് ഞാൻ പേ ചെയ്യുന്നത് 70 എന്ന് പറഞ്ഞപ്പോൾ. അതിന് മുന്നേ അല്ല, അത് കഴിഞ്ഞതിൻ്റെ ചായയും കടി വാങ്ങിയതിൻ്റെ ശേഷമാണ് ഞാൻ പേ ചെയ്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കുറ്റബോധം 70 റുപ്യ എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് തന്നെയാണ്. അപ്പോൾ ഞാൻ ഷോപ്പും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, അങ്ങനെ അതാക്കാതിരിക്കുക. കാരണം നമ്മൾ ഓരോ റെയിൽവേ സ്റ്റേഷനിൽ ഓരോ വിലയാണ് തോന്നുന്നത്. അങ്ങനെ എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും പെരപ്പാടിയിൽ നിന്ന് കുടിച്ചപ്പോഴും ഇവിടെ നിന്ന് ഞാൻ അപ്പുറത്ത് ഓപ്പോസിറ്റ് കട ചോദിച്ചു കഴിഞ്ഞാൽ വില മനസ്സിലാവും. അപ്പോൾ ഞാൻ അപ്പോൾ അതിനൊന്നും നിൽക്കണില്ല. ഫസ്റ്റ് നിങ്ങൾ ചായക്കും കടിക്കുള്ള വില ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ചായ കുടിക്കാൻ ശ്രമിക്കട്ടോ. ഓക്കെ. അപ്പോൾ എനിക്ക് ചെറിയ പറ്റിയൊരു അബദ്ധം നിങ്ങൾ വിശദീകരിച്ചെന്നുള്ളൂ. ഓക്കെ, ട്രെയിൻ ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കാനായിട്ടുള്ള അതിനോണ്ട് സീറ്റ് കിട്ടിയില്ലേ, അതിനോണ്ട് സീറ്റ് കിട്ടി. അപ്പോൾ സീറ്റ് ഇനിയുണ്ട് ഇവിടെ ബാക്കിൽ, ഇനിയും നല്ല രീതിക്ക് സീറ്റ് ഒഴിവുണ്ട്. കണ്ടില്ലേ, സീറ്റൊക്കെ നല്ല രീതിയിൽ ഒഴിവുണ്ട്. അപ്പം നമ്മൾ നേരെ കോഴിക്കോട് എനിക്കെന്തായാലും ഒരു പാൻറ് എടുക്കണം. അപ്പോൾ ആ പാൻറ്റും കാര്യങ്ങളും എടുത്തിട്ട് ലൂസ് ഫിറ്റ് പാൻറ്റാണ് എടുക്കാൻ പോകുന്നത്. അതൊക്കെ എടുത്തിട്ട് നമുക്ക് ലുലു ഒന്ന് എക്സ്പ്ലോർ ചെറുതായിട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോകാം. വൈകുന്നേരമായിട്ട് ഒരു വൈകുന്നേരം ആവും. അപ്പോൾ ഓക്കെ, ട്രെയിനിൽ കയറി ഇരുന്നത്തോളും അപ്പം തന്നെ നല്ല രീതിക്ക് മഴ പെയ്യാൻ തുടങ്ങിയിട്ട് പുറത്ത്. ഈ മഴയാണ് എല്ലാം പോടാക്കുന്നത്. അറിയോ, ഈ എവിടെ ട്രിപ്പ് വന്നാലും എവിടെ എന്ത് പരിപാടി വന്നാലും അപ്പം മഴ ഉണ്ടാവും. നമ്മളെ എറണാകുളത്തിനെ അലമ്പാക്കിയിട്ട് ഈ മഴയാണ്. ഞാൻ കാണിച്ചു മഴ ഇതൊരവസ്ഥ നോക്കണം. അതൊക്കെ നല്ല രീതിക്ക് മഴ ഗുയ്സ്. ഞാനത് താഴ്ത്തിയ ചാട്ടം വന്നിട്ട് അതെല്ലാം കോമഡി. അതിൻ്റെ സീറ്റിൽ ഫുള്ള് വെള്ളമായി. ആ സാധനം അടയ്ക്കാതെ പോയിണ്. ഈ സാധനമില്ലേ, ഈ ഷട്ടർ അത് അടയ്ക്കാതെ പോയിണ്. സീറ്റ് ഫുള്ള് നോക്കിയാൽ ഇനി എങ്ങനെ തുടക്കിയത്, എങ്ങനെ തുടച്ചിട്ട് ഇരിക്കത്, എനിക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് വന്നിട്ട് ചെക്ക് കേട്ടോ. നമുക്കെന്തായാലും അതിനൊരു ചെറിയ പണി കൊടുത്തോ ഇരിക്കുമോ ഇല്ലയെന്നറിയില്ല. നമുക്കെന്തായാലും ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, അഖിലേ ഇവിടെ ഇവിടെ എങ്ങനെ ഇരിക്കാം, എങ്ങനെ ഇരിക്കും ഇവിടെ? അവിടെ നനവില്ലേ, അവിടെ ആ കമ്പി ഉണ്ടോ, ആ കമ്പി ഉണ്ട്, ആ ചോപ്പ് കമ്പി ഉണ്ടോണ്ടേ സുഖം. ഇത് തുടച്ചാൽ മതി. ഗൈസ് ഫുള്ള് അലമ്പാക്കി. ഓനാണെങ്കിൽ അത് കൂട്ടാതെ പോയില്ല. ഞാൻ കൂട്ടിയാൽ മതിയായിരുന്നു. പിന്നെ ചെക്കാൻ കൂട്ടാതെ പോയതല്ലേ, പിന്നെ ഓന് വിഷമം എന്താ വിചാരിച്ചിട്ട് ഞാൻ കൂട്ടാതെ. അത് ഫുള്ള് വെള്ളം. അയ്യോ ഇതാക്കണോ. അവനവിടെ ആർക്കും മെസ്സേജ് അയക്കാൻ. ഗൈസ് ഒരു 1.5 മണിക്കൂറായി ഇപ്പം ട്രെയിനിൽ ഇരിക്കുന്നത്. ട്രെയിൻ എടുത്തിട്ടില്ല കേട്ടോ വേറെ. നല്ല ഡീലേ കണ്ടാൽ നല്ല രീതിക്ക് ഡീലേ. ഒരു 3/4 മണിക്കൂറായിപ്പോൾ ട്രെയിൻ എടുത്തിട്ടില്ല. ഇവിടെ 3/4 മണിക്കൂറായിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ചായ കുടിയും വടയൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞു. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടും ട്രെയിൻ എടുത്തിട്ടില്ല. അത് എപ്പോൾ എത്തുന്ന അതിന് ഐഡിയ ഇല്ല. ലുലുവിലൊക്കെ പോയി വരുമ്പോഴേനും എന്തായാലും രാത്രിയാവുമെന്ന് ഉറപ്പായിരിക്കും. അപ്പം നമുക്ക് നോക്കട്ടോ എത്ര നേരം പിടിച്ചു കഴിഞ്ഞാൽ. അഖില അവൻ വീഡിയോ കോള് വേറെ ആർക്കും വീഡിയോ കോള് ചെയ്യാമെന്ന് വിചാരിച്ചു. എത്ര മണിക്കൂറായി ഇപ്പോൾ ഇവിടെ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഓര് വന്നില്ലല്ലോ. അല്ല ഇങ്ങോട്ട് വന്ന് ചോദിക്കുമല്ലോ. അപ്പം തന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ട്രെയിന് കയറാൻ ശ്രമിക്കുക. ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ടിക്കറ്റ് വാങ്ങിച്ചിട്ടാണോ ജനറലിൽ കയറണമെന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പരമാവധി ടിക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം കയറാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എപ്പോൾ എത്തുമെന്നൊരു ഐഡിയ ഇല്ല.
എടുത്ത് പറഞ്ഞ് ഇപ്പോൾ എടുത്തിക്കണേ കിട്ടില്ല. എനിക്ക് വണ്ടിന്നല്ലേ ഇത് വേറെ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ കേട്ടത് വേറെ ഏതോ വണ്ടിയിലത്തെ ശബ്ദമാണ്. അവിടെ നോക്കിയേ, ഇത് വേറെ ഇവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ഒരു 3/4 മണിക്കൂർ. ഇതെന്താ ഇത്ര ഡിലേന്ന്? നമ്മളവിടെ എത്തി വരുമ്പോഴൊരു മണിക്കൂറാവും കേട്ടോ. എന്താ നോക്കാം. നിങ്ങളിപ്പോൾ ചോദിക്കും അൺറിസർവേഷനിൽ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യുമെന്ന്. അപ്പോൾ നിങ്ങൾക്കൊരു ഉദാഹരണം ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. A few moments later. അപ്പോൾ ഗൈസ് കണ്ടല്ലോ, അൺറിസർവേഷനിൽ ഇനി ടിക്കറ്റ് ഇല്ലാതെ കയറാൻ നിൽക്കണ്ട. കണ്ടല്ലോ, ഈ ശരി 30 കേട്ടോ. അപ്പോൾ ടിക്കറ്റ് ഇല്ലാതെ അൺറിസർവേഷനിൽ കയറുന്നവരോട് പറയാനുള്ളത് ഫൈന് കയ്യിലടിച്ചാണ്ട് തരും. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ കോഴിക്കോട് ലുലു പോവാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ചില ആൾ എനിക്ക് ഇവനെന്തോ മരണം അല്ലേ, അവനെന്തോ മരണം കയറി വന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് ഹൈലൈറ്റ് ആക്കിട്ടോ, ചെമ്മാട് ഹൈലൈറ്റ് ആക്കി. ഇവിടുന്ന് ഇനി പാൻറ്റ് എടുത്തിട്ട് വേണം പോകാൻ. അതുമാത്രമല്ല, ലുലുവിലത്തെ പ്രൈസ് നിങ്ങൾക്ക് അറിയാമല്ലോ. ലുലുവിൽ ഭയങ്കര കൂടുതലാണ് വില. ഹൈലൈറ്റ് പോയോ, ഹൈലൈറ്റിൽ വില കുറവുണ്ടോ? നമ്മളിപ്പോൾ ഹൈലൈറ്റിൽ എത്തി കേട്ടോ. എപ്പോൾ വേണമെങ്കിൽ ഫോൺ ഓഫ് ആവാം, 19%. അപ്പോൾ നമുക്ക് കയറി കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ മുകളിലേക്ക് ഷോപ്പിംഗ് സെൻറ്റർ ഇവിടെയാണ്. ഇവിടെ പോയി ഇപ്പോൾ ആളും ചാത്തമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പാൻറ് കിട്ടും. മാക്സ് ഫാഷനിലാണോ ഇപ്പോൾ പോകുന്നത്? ഇതിൻ്റെ ഉള്ളിൽ പാൻറ് ഉണ്ടാവും. ഗൈസ്, ഇവിടെ വന്നിട്ട് ബോയ്സിൻ്റെ എനിക്ക് പറ്റിയൊരു ഇത് കാണില്ല. എല്ലാം മക്കൾക്കുള്ളതാണ് കേട്ടോ കണ്ണ്. ഇപ്പോൾ കണ്ണാപ്പി. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ തപ്പണം. അത് ഞാൻ അവിടെ കിട്ടുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ. എടാ, ഇവിടെ ഫുള്ള് മക്കൾക്കുള്ളതാടാ. നമുക്ക് തപ്പിയൊക്കെ എന്തായാലും. ഓക്കെ, എവിടെ കിട്ടും ബായ്. ഗൈസ്, മാക്സ് ഫാഷനിലേക്ക് പറ്റിയ സാധനങ്ങൾ കാണുന്നില്ല. അവിടെ ഫുള്ള് മക്കൾക്കുള്ള. ഞാൻ എവിടെ പോകും? മോള് പോയേക്കാം. നമുക്ക് മോള് പോയേക്കാം. അഖിലേ, ഓ ഗൈസ്, മാക്സിലില്ല. എന്നെ അവിടെ പോയിക്കില്ല. ഇവിടെ കുറച്ചും കൂടി കടയൊക്കെ ഓപ്പൺ ആവാണ്ട് കേട്ടോ. നല്ല രീതിക്ക് ഓപ്പൺ ആവാണ്ട്. ഈ കപ്പ് ആരും ഉണ്ടോ? അഖിലും ഉണ്ടോ? എടാ വാടാ. എടാ, മാക്സ് അല്ലാടെ ഒരു സാധനം ഇല്ലല്ലോ. ഇനി ബോയ്സിലുള്ള ഷോപ്പിംഗ് എവിടെയാ ഗൈസ്? ഇവിടെ ഒരു ഷോപ്പിങ്ങിൻ്റെ ഏരിയ ഒക്കെ ഇനി ഓപ്പൺ ആവാണ്ട് കേട്ടോ. ഈ സൈഡൊക്കെ, അതെ ആ സൈഡ് ഇവിടെ. ഇങ്ങനെ ഏറ്റവും നല്ല ഫുഡ് കോർട്ടാണ്. അവിടെ ഫുഡിൻ്റെ അവിടെ പോയിട്ട് ഡ്രസ്സ് കഴിക്കാൻ പറ്റുമോ? ഇവിടെ ആർബി കയറി വരും. ആർബി ഉണ്ട് കേട്ടോ. ആർബി കയറി വെക്കാൻ പറ്റും. അയ്യോ, ആർബിയിൽ കയറി വെക്കാൻ ഉണ്ടോന്ന് ഇല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കില്ല. അതാണ് എൻ്റെ ഒരു ഇത്. ടീഷർട്ട് ഉണ്ടല്ലോ, അടിപൊളി. ടീഷർട്ട് അടിപൊളിയുണ്ട്, പക്ഷെ പാൻറ് ഇല്ല. നമുക്ക് പാൻറ് കൊണ്ടുവച്ചൂടെ? അവിടെ ജീൻസൊന്നും ഇല്ല. ഇവിടെ ഗൈസ് R&Bയിലും ഇല്ല ഗൈസ്. പിന്നെ എവിടെ പോയി തപ്പോൾ നമ്മൾ? മോളിൽ ഫുഡ് കോർട്ടും ഫൺ ടൂറും മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും മുകളിലൊന്ന് വെറുതെ പോയി വെക്കാം. R&Bയിലും ഇല്ല, മാക്സ് ഫാഷനിലും ഇല്ല. ഇതൊക്കെ എവിടെ പോയി തപ്പിഞ്ഞു? ഇവിടെ സ്റ്റുഡിയോ ഇല്ല കേട്ടോ. സ്റ്റുഡിയോ ഞാൻ പ്രതീക്ഷിച്ച സ്റ്റുഡിയോ ഉണ്ടാവും. കാരണം ലുലുവിലൊക്കെ സ്റ്റുഡിയോ ഉണ്ട്. പിന്നെ എൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടാവില്ല അവിടെ. കോഴിക്കോടൊന്നല്ലത്, കോഴിക്കോട് ചെമ്മാടൻ. ഞാൻ നിങ്ങൾക്കൊരു അവിടെ ഓപ്പൺ അല്ല കേട്ടോ. ആ വ്യൂ രാവിലെ മാത്രം ഓപ്പൺ ആവുള്ളൂ കേട്ടോ. ഇതാ കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്ന
ചെമ്മാട് ഹൈലൈറ്റ് മാളിൻ്റെ ടോട്ടൽ വ്യൂ. ഇവിടെ കുറച്ച് ഷോപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തുറക്കാണ്ട് ഉണ്ടല്ലോ. അവിടെ ഇതിൻ്റെ താഴെ ഒന്ന് ഓപ്പൺ ആവുന്നുണ്ട്. എന്തോ VR-ൻ്റെ ഒക്കെയാണ്. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ മസ്റ്റായി ട്രൈ ചെയ്തു. നമ്മളിപ്പോൾ പാൻറ്റ് എപ്പോൾ ഇറങ്ങിയിട്ട് അവിടെയൊക്കെ അവിടെ RB ഉണ്ട്. RB 2 ഉണ്ട്, മുകളിലും താഴെയുണ്ട്. അവിടെ രണ്ടോടത്തും ഇല്ല പാൻറ്റ്. ഇനി എന്താണ് ഫാഷനായിട്ട് ഇവിടെ സ്റ്റുഡിയോ ഉണ്ടില്ല, അതാണ് പ്രശ്നം. ഇപ്പോൾ സ്റ്റുഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോ നിൽക്കുക. നമുക്ക് എന്തായാലും താഴെ നിർത്തുക. ഗൈസ്, ഹൈലൈറ്റത്തെ ഫണ്ടൂറ കണ്ടില്ലാത്തവർക്കാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് ഹൈലൈറ്റുള്ള ഫണ്ടൂറ. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ മാസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഇതെന്തുണ്ട് അവിടെ നേരത്തൊക്കെ എന്തൊക്കെ എഴുതിയാണ് പ്രൊജക്ടർ. എടാ ഈ ഫുഡ് കോർട്ട് കയറിട്ട് ഡ്രസ്സപ്പ് ഇട്ട് എന്താ കാര്യം? ഗൈസ്, ഫുഡ് കോർട്ട് ചുറ്റിയിട്ടാട്ടോ ഡ്രസ്സ് തപ്പുന്നത്. താഴെ തന്നെ ഉള്ള ഫാഷൻ നടക്കണമെന്ന് തോന്നുന്നു. ഇനി കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് താഴെയുള്ള ഫാഷൻ താഴെ തന്നെ പോയി. അപ്പോൾ ഗൈസ്, നമുക്കെന്തായാലും ഇപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കോർട്ട് കയറിയിട്ടേ എന്തെങ്കിലും കഴിച്ചോ. പേഴ്സണൽ കാര്യം എപ്പത്തിയാ നമ്മളിവിടെ ഫുഡ് കോർട്ട് കയറി എന്തെങ്കിലും കഴിക്കാം. അവിടെ ഓഫറുള്ള സാധനം നമുക്ക് പോയി വെക്കാം. ഓഫറുള്ളത് കണ്ടുപിടിക്കാൻ, ഓഫറിൽ നമുക്ക് വേഗം കണ്ടപ്പെടും. പൈപ്പ് ഇതൊക്കെ KFC നമ്മൾ നിൽക്കുന്ന ഓർമ്മ. ഇവിടെ ഒരു പൈപ്പാന്നുണ്ട് സാധനം. എന്താ സാധനം എനിക്കറിയില്ല, എന്താ അറിയാം. പൈപ്പ ജ്യൂസ് അതെന്താ ഫ്രൂട്ട് സലാഡ് ഒറ്റ ആണെന്ന് തോന്നുന്നു. ഞാൻ കാണിച്ചു തരാം. എന്താ 69 റുപ്യ. അത് ചോദിച്ചോട്ടെ. വാങ്ങി. നമ്മൾ ആ പൈപ്പ് ഓർഡർ ചെയ്തിട്ടോ. പൈപ്പാണ് എന്തോ ഹെൽത്തി ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഹെൽത്തി ഫ്രൂട്ട് സലാഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇരിക്കുക, വെയിറ്റ് ചെയ്യാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും കുറച്ച് ടൈം പിടിക്കും. അയ്യോ, ഇനി ഫുള്ള് ചിക്കൻ. അപ്പോൾ ഇന്ന് ഫുള്ള് ചുറ്റൽ തന്നെ എടുത്തോ. തലയൊക്കെ പൊക്കഞ്ഞ വേനടിക്കുന്നു. രാവിലെ ഇറങ്ങിയതാ, അപ്പോഴാണ് നിൽക്കണേ. കുറേ ഇങ്ങോട്ടും ഓട്ടോ. ഈ വീട്ടിൽ പോയി ഒന്ന് കിടന്നുറങ്ങിയാൽ മതി. തലയൊക്കെ പൊള്ളണ വേന. കാരണം രാവിലെ എണീച്ച് വരേണ്ട കൈസ്. പുലർച്ചയ്ക്ക് രാവിലെ എണീച്ച് വരണ്ട. നമ്മളെ സാധനം അവിടെ റെഡി ആയിക്കൊണ്ട് കേട്ടോ. അപ്പോൾ സാധനം കിട്ടിയിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. പറയും എന്തോ പറയാൻ വന്നേ. ക്യാമറ ഉള്ളപ്പം പാടി. അപ്പോൾ അതായത് ബില്ല് എന്ന് പറഞ്ഞത് 1-ന് 69 രൂപ കേട്ടോ. ടാക്സ് അടക്കമാണെങ്കിൽ 145 രൂപ ഇൻക്ലൂഡഡ് ടാക്സ്. അയ്യോ, അപ്പോൾ നമുക്ക് സാധനം എന്തായാലും കിട്ടിയിട്ട് വരാം കേട്ടോ. എന്താവുന്നൊന്നും അറിയില്ല. പണ്ട് നമ്മൾ എന്താ കഴിച്ചെങ്കിലേ ഇജന്നെ പറയും. ഇജ് പറയും എന്താ കഴിച്ചെന്ന് ഇജ് പറയും. KFC പിന്നെന്തൊക്കെയാ ആ മോമോസ് കഴിച്ചില്ലേ? അപ്പോൾ പണ്ട് ഇതേമാതിരി ഇവിടെ നിന്നല്ല കേട്ടോ. അന്ന് ഹൈലൈറ്റ് ഇവിടെ വന്നിട്ടില്ല. ലുലുവിൽ പോയിട്ടാണ് കഴിച്ചിരുന്നത്. KFCയും മോമോസ് ഉണ്ടല്ലോ ഗൈസ്. അന്നത്തെ വ്ളോഗിലുണ്ട് മോമോസ്. പിന്നെ പിസ്സയുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചില്ലാവാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്ത് പോവുക, ചില്ലടിക്കുക, ഓരോന്ന് കഴിക്കുക തന്നെ പരിപാടി. ഗൈസ് പറയുമ്പോൾ ഈ ഒരു ഏജിൽ നമുക്ക് ഇതേമാതിരി എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഒരു 20 ആണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കണ്ട. പിന്നെ ബോയ്സിൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ അവർക്ക് കുടുംബത്തിൻ്റെ കാര്യം നോക്കണം. പ്രാരാബ്ദങ്ങളായി, പണിയില്ലാന്ന് വയ്ക്കലായി, നാട്ടുകാർ വിളംബരായി, അങ്ങനെ ഓരോന്ന് കേൾക്കും. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ പറ്റാവുന്ന അത്ര എൻജോയ് ചെയ്യുക. അതൊരു കുറച്ച് ചെറിയ ബഡ്ജറ്റിലാണെങ്കിലും എൻജോയ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ സാധനം ആയിട്ടില്ലല്ലോ ആയോടാ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ നമ്മളെ കയ്യിൽ ചെറിയ ബഡ്ജറ്റാണെങ്കിൽ പോലും അതായിട്ട് എൻജോയ് ചെയ്യാൻ പഠിക്കുക നമ്മൾ. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ ഗീസ്.
കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലി കേൾക്കണം, ഓരോ പ്രാരാബ്ദം കാര്യങ്ങൾ അങ്ങനെയാണ്ട് പോകും. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകും. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ എൻജോയ് ചെയ്ത് നടക്കുക. ഓക്കെ, എനിക്കതാണ് പറയാനുള്ളത്. ഞാൻ ഒന്നാകെ നല്ല ഹെഡ് പെയിൻ ഉണ്ട് കേട്ടോ. വീട്ടിൽ പോയി ഒന്ന് കിടന്നാൽ മതി. രാവിലെ തുടങ്ങിയത് ഓട്ടോ, രാവിലെ 6 മണിക്ക് നീച്ചിക്കണം ഞാൻ. അപ്പം അതിൻ്റെ ഓർക്കസ്ട്രേണുണ്ട് എല്ലാം കൂടി ആയിട്ട് തലവേദന. അപ്പോൾ നമുക്ക് ആ സാധനം വന്നിട്ട് കാണാം കേട്ടോ. ഞാൻ അധികം നിർത്തുന്നില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ. എഴുത്തൊക്കെ എനിക്കറിയില്ല എന്താണ്, എങ്ങനെയുണ്ട് എന്നാൽ എന്തേ ഗൈസ് നല്ല എക്സ്പ്രഷൻ ശരിയല്ല. ഫ്രൂട്ട്സ് ഒന്നാകെ ഉള്ളതാട്ടോ. കാണിച്ചതാ കിട്ടലില്ലാത്ത ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ സീനൊന്നുമില്ല. ഇതിൽ എന്തൊക്കെയോ കയ്പുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിരുന്നു. അതാണ് അവൻ്റെ എക്സ്പ്രഷൻ അങ്ങനെ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഫസ്റ്റ് ടൈം അതൊക്കെ കഴിക്കുന്നത്. എന്തായാലും കഴിച്ച കഴിഞ്ഞിട്ട് വരാം കേട്ടോ. എങ്ങനുണ്ട്? ഇവിടെയൊക്കെ എന്തൊക്കെയാ നമുക്ക് പോവാട്ടോ. അപ്പോൾ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്, ഫുൾ സെറ്റാണ്, പാൻറ്റൊക്കെ സെറ്റാണ്. അപ്പോൾ നമുക്ക് പോവാട്ടോ. രാവിലെ ഇറങ്ങിയ ഗൈസ് തീരെ വയ്യാതെയും. അപ്പോൾ ഹൈലൈറ്റ് ചെമ്മാടും തുറന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുണ്ടാവും, റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നല്ല ഒന്നുകൂടി പറയാം, വിസിറ്റ് ചെയ്യാത്തൊരു ഒരു വട്ടം വിസിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെന്തായാലും പോവാട്ടോ. എടാ എവിടെ പോണ്? ഇത് കൂടെ അല്ല പോണ്, അത് കൂടെ അവിടെ സ്റ്റെയറിൽ. അപ്പോൾ നമുക്ക് പോവാട്ടോ. ഞാൻ ചിന്ന വിളിച്ചു. നമുക്ക് ഞാൻ പോവാം. ഞാൻ ഇവിടുന്ന് ബസ് ഇട്ടിട്ട് അഖില് മുക്കോല് പോയി ഇറങ്ങും, ഞാൻ പരപ്പാടി ഇറങ്ങും. അയ്യോ, എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? അടിപൊളിയായിരുന്നു. ഫുള്ള് കറക്കുന്നതിന് ഇന്നത്തെ ദിവസം. അപ്പോൾ നമുക്ക് പോകട്ടോ. ഉള്ള പോലെ ഇരുട്ടായിട്ടോ. ടൈം ഇപ്പോൾ പറഞ്ഞുതരാം, 6:10 വൈകുന്നേരം. മഴ ഒരു രീതിക്ക് രക്ഷ തരുന്നില്ല. മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് കേട്ടോ. തുറക്കൂ. അതാ വയറുണ്ട്. അതിൻ്റെ ഉള്ളിൽ എ സി, ഇതിൻ്റെ പുറത്ത് എ സി എന്ന് പറഞ്ഞ മാതിരിയാണ്. അവിടെ മഴ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ എ സി. എടാ ഇത് വരുന്നുണ്ടാ പാലക്സി സിനിമാസ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. തിയേറ്റർ ആട്ടോ ഗൈസ്. എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഇത് തുറന്നപ്പോൾ തന്നെ പാലക്സി വന്നതെന്നാണ്. പക്ഷേ പാലക്സിയിൽ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഗൂഗിളിൽ കിട്ടിയില്ല. രണ്ട് വട്ടം ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് പിന്നെ ഇവിടെ വന്നതിൻ്റെ ശേഷം മനസ്സിലാവണ് ഓപ്പണിങ് സൂണെന്ന് കാണിക്കുന്നത്. പാലക്സി വരുന്നത് ഇനി ഇവിടെ വന്ന് കാണണം. പാലക്സി അടിപൊളി കേട്ടോ. ഞങ്ങൾ ഇതേമാതിരി ഇവിടെ കോഴിക്കോട് പാലക്സിയിൽ പോയിട്ടുണ്ട് 2 വട്ടം. അപ്പോൾ അതാണ് പാലക്സി അടിപൊളിയാണ്. വരാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഇത് ഓപ്പൺ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോട്ടോ. എനിക്കൊരു സാധനം കാണിച്ചു തരാം. കാറൊക്കെ എയറിൽ നിൽക്കുന്നുണ്ടോ ഗൈസ്? മുകളിലൊക്കെ ഇത് വെറും ടോയ് അല്ല കേട്ടോ ഇങ്ങനെ മുകളിലേക്ക് കയറ്റുന്നത്. ഒറിജിനൽ കാറാണ്. മുകളിലെന്താ ക്രെറ്റയെന്ന് തോന്നുന്നു. ഇത് ഷിഫ്റ്റ്.
ഇത് ഷിഫ്റ്റ് ഇത് വേറെ ഏതോ ഡിസയറാണ് ഗൈസ്. ഒറിജിനൽ കാറാട്ടോ മുകളിൽ കയറ്റുന്നു ഉണ്ടല്ലേ. നിങ്ങൾക്ക് അങ്ങോട്ടും ഉണ്ട് ഒരു പാർക്കിങ്. ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെയും പാർക്ക് ചെയ്യാം. അങ്ങോട്ട് പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഫുള്ളായി കഴിഞ്ഞാൽ അവിടെ കയറ്റുന്ന നല്ലത്. കണ്ടില്ലേ ആ കാറ് പോകണമൊക്കെ അങ്ങോട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്തായാലും നമുക്ക് പോവാട്ടോ. ഇത് ഞാൻ വന്ന ദിവസം ഫസ്റ്റ് ദിവസം ഒന്നും ഇതില്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച നമ്മളെ നോക്കിയേ എന്ത് വൈപ്പാലേ കാണാൻ. ഇത് ഭയങ്കര നമുക്കെന്തായാലും പോട്ടെ. ഇട്ടായി അഖിലേ പോലെ. അപ്പോൾ ഹൈലൈറ്റ് കാണാത്തവർക്ക് ഞാൻ കുറച്ചും കൂടി വിട്ടെന്ന് കാണിച്ചത്. ഹൈലൈറ്റ് ഇതാണ് ഹൈലൈറ്റിൻ്റെ ഉള്ള വ്യൂ കേട്ടോ. ഞാൻ 2-3 വട്ടം ഇവിടെ വന്നാണ് ഹൈലൈറ്റിൽ. ഇത് വന്നതിൻ്റെ ശേഷം കേട്ടോ. വന്നതിൻ്റെ ശേഷം 2-3 വട്ടം ഞാൻ വന്നത്. ഇവിടെ എനിക്കറിയാണ്ട് ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അയാളിപ്പോൾ ഡ്യൂട്ടിയിലില്ല. അയാളിപ്പോൾ ഡ്യൂട്ടി ഒരു സെക്യൂരിറ്റിക്ക് എന്നെ അറിയണ ഒരു സെക്യൂരിറ്റിക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നു. മുപ്പരാൾക്ക് ഡ്യൂട്ടി ഇപ്പോഴാണ് ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെന്തായാലും പോട്ടോ. ഇതിപ്പോൾ വീട്ടിലും കൂടി. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ബൈ.